അമ്മേ ചുമ. തലവേദനിച്ചിട്ട് വയ്യ. പനിക്കുന്ന തോന്നുന്നു. അങ്ങനെ നാളെ സ്കൂളിൽ പോണ്ട. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പനിച്ചു കിടക്കാൻ എനിക്ക് വയ്യ. ചുമ, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട് ഇതൊക്കെയാണോ അങ്ങനെ പ്രശ്നം? ഇതൊക്കെ തന്നെയാണോ അങ്ങനെ പ്രശ്നം? അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇതിനൊക്കെയുള്ള പരിഹാരം ഉണ്ട്. ഇത് എന്തുകൊണ്ടൊക്കെയാ വരുന്നത്, എന്തൊക്കെയാ അതിന്റെ റീസൺ നമുക്ക് പഠിച്ചാൽ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? യെസ്, അപ്പൊ അടിപൊളിയായിട്ട് നമുക്കൊരു കാര്യം സെറ്റാക്കാം. നമ്മുടെ വ്യാധികൾ പടരാതിരിക്കാൻ, അല്ലെങ്കിൽ എവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടിപൊളിയായിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ, നമുക്ക് പലപ്പോഴും പല പല അസുഖങ്ങളാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ അസുഖങ്ങൾ വിട്ടിട്ടുള്ള ഒരു സമയമില്ല, ഓരോരോ സമയത്ത് ഓരോന്നാണ്. ഇപ്പൊ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പനി, അത് ഇത്, ഇപ്പൊ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ ഡെങ്കിപ്പനി, ഇതൊക്കെ പല സമയത്ത് നമ്മളിങ്ങനെ കേൾക്കുന്ന വാർത്തകളാണ് ഇല്ലടാ. അപ്പൊ ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയുന്ന ഡിസീസസുകൾ? നമുക്ക് തന്നെ പലപ്പോഴും വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പല പല ഡിസീസസുകൾ അല്ലെ. ഇപ്പൊ TB, അതുപോലെ ടൈഫോയിഡ്, ജോണ്ടിസ്, ഡയബറ്റിക്സ്, മീസിൽസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, മലേറിയ, അങ്ങനെ പല പല അസുഖങ്ങൾ പല ടൈമിലും നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് ഈ അസുഖങ്ങൾ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ കൊറോണ വന്ന സമയത്ത് ഒരുപാട് കേട്ട കാര്യമാണ് കൊറോണ വൈറസ്. ഒരു വൈറസ്, ഇച്ചിരി പോകുന്നൊരു വൈറസ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ള ഒരു കാര്യമാണ് അല്ലടാ. നമ്മുടെ ലോകം മൊത്തം ഷട്ട് ഡൗൺ ചെയ്തു, എന്ന് വെച്ചാൽ ലോക്ക്ഡൌൺ വരെ വന്നിട്ടുള്ള സിറ്റുവേഷൻ എത്തിയ ഒരു ചെറിയ ഇത്തിരി പോകുന്ന വൈറസ് കാരണം. സോ ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് എന്താ കാര്യം? ഭയങ്കര സീനാണ് അല്ലെ, വില്ലന്മാരാണ് ഇവന്മാര്. സോ ഇതുപോലെയുള്ള ആളുകളെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അസുഖങ്ങൾ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയതായിട്ടുള്ള വൈറസുകള്, ബാക്ടീരിയ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫംഗസുകള്, ഇതൊക്കെയാണ് എന്തിന് റീസൺ ആവുന്നത്? പല പല ഡിസീസസുകൾ നമുക്ക് വരാനുള്ള റീസൺ ആവുന്നത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് പറയുന്നത് കേൾക്കാറുണ്ടായിരിക്കും, എന്താ വൈറൽ ഫീവർ ആണ്, അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുള്ള അസുഖമാണ്, അങ്ങനെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ പാരാസൈറ്റ്, ബാക്ടീരിയ, ഫംഗസ്, അതുപോലെ വൈറസ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ എന്തുണ്ട്, പാത്തോജൻസ് എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ രോഗങ്ങൾ പരത്തുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. സോ രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് കുറെ ഉണ്ട്. അപ്പൊ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാവുന്നത്. നമ്മളുടെ പല പല അസുഖങ്ങൾക്ക് റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി പോകുന്ന സാധനം എന്താ പറഞ്ഞിട്ട് വലിയ പ്രശ്നക്കാരാണ് അല്ലെ. ഇച്ചിരി പോകുന്ന ആളുകളാണ് ഇത്രയും വലിയ എന്താ പറയാ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. റെഡി? അപ്പൊ ഇതുപോലെ മിക്ക പകർച്ചവ്യാധികൾക്ക് ഇത് കാരണമാവുന്നുണ്ട്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിൽ ഇവരെ നമ്മുടെ രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കടാ, ബാക്ടീരിയയുടെ ഇച്ചിരി പോകുന്ന ഒരു ചിത്രം നോക്ക്, കാണാൻ ഇത്രയേ ഉള്ളൂ അല്ലേ, ഇത്തിരി പോകുന്ന ടുട്ടർ വാവയാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മാതിരി പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വൈറസിന്റെ കേസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കൊറോണ വൈറസ് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറച്ച് ടൈമുകളാണ് അതൊക്കെ അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? പാത്തോജൻസ് ആണ് കേട്ടോ. സോ മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എക്സെട്ര which cannot seen with the naked eye. നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അത്രയും ചെറിയതായിട്ടുള്ള നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സാധനങ്ങളാണ് ആക്ച്വലി എന്താന്ന് പറയുന്നത്? പാത്തോജൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളതിനെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടെ ഒരു ഷേക്കാൻഡ് തരാണ്. ഈ ഷേക്കാൻഡ് തരുമ്പോൾ ഒരു കൈയും ഈ കൈയും കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഗൈസ്? ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടുന്നു. അതുകൊണ്ടാണല്ലോ പല സമയത്ത് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. കൊറോണ സമയത്ത് മാസ്ക് ആൻഡ് ഇവിടെ നമ്മുടെ സാനിറ്റൈസർ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ എന്താണ്? അതൊക്കെ നമ്മൾ പകർച്ചവ്യാധികൾ ആയതുകൊണ്ടായിരുന്നു അല്ലെ. സോ അതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അതുപോലുള്ള പാത്തോജൻസ് ആണ് അതിന്റെ റീസൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ വിചാരിക്കും, ഇവന്മാർ ഇത്രയും വലിയ ഉടായ്പ് ഇങ്ങനെ പാത്തോജൻസ് ഇങ്ങനെ പരിപാടി ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ ഡിസീസസ് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ, പാവം പിടിച്ച ആളുകളുണ്ടടാ നമ്മുടെ ചുറ്റും ഉണ്ടല്ലേ. നല്ല ആളുകളുണ്ട്, ചീത്ത ആളുകളുണ്ട് അല്ലെ. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. നല്ല ആളുകളെ സെലക്ട് ചെയ്താൽ ഓക്കെ, അല്ല ചീത്തയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നല്ലതും ചീത്തയും തിരിച്ചറിയാന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതിപ്പോ ലൈഫിലാണെങ്കിൽ അങ്ങനെ, ഇവിടെയാണെന്നുണ്ടെങ്കിലേ ചീത്തയായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, നല്ല പാവം പിടിച്ച ഇതേപോലെയുള്ള ബാക്ടീരിയകളും ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാല് തൈരാക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല. രണ്ടും നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല, രണ്ടും നമുക്ക് പെരുത്തിഷ്ടമാണ്. പാലും പെരുത്തിഷ്ടമാണ്, മിസ്സേ കേടും പെരുത്തിഷ്ടമാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. അപ്പൊ ഈ പെരുത്തിഷ്ടമുള്ള സാധനം എങ്ങനെയാ ആവുന്നത്? പാലിൽ നിന്നാണല്ലോ തൈരായിട്ട് മാറുന്നത്. അത് നമുക്ക് അറിയുന്ന പരിപാടിയാണ് അല്ലെ. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അത് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? പാല് തൈരാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നത്.
ഹമ്പടെ ജിഞ്ചിണ്ടാക്കിടി. അപ്പൊ ഇവിടെ ബാക്ടീരിയ ആളെന്ന് വെച്ചാ പൊളിയാണല്ലേ, വിചാരിച്ച പോലെ നല്ല ആളിച്ചിരി കിടുവാണ്. നമ്മൾ വിചാരിക്കും ആള് ഭയങ്കര എന്താ പറയുക ഇങ്ങനെ തന്നെയാണ്, അസുഖം പരത്തിയതാണ് മൂപ്പരുടെ ഹോബി വെച്ചല്ല. പാമ്പോന്ന് ഇച്ചിരി പോകുന്ന വേറെ ബാക്ടീരിയകൾ ഉണ്ടടാ. അവന്മാർ എന്ത് ചെയ്യും, ഇതുപോലെ കുറച്ച് സഹായ മനസ്കതയുള്ള പാവം പിടിച്ച ആളുകളാണ് എന്നെ പോലെ അല്ലെ. ഹോ അല്ല, എന്നെ പോലെ ഭയങ്കര സഹായ മനസ്കതയാണ് മറ്റേ ബാക്ടീരിയ കേട്ടോ, ഈ പിടിച്ച പാവം ബാക്ടീരിയ പോലെ. അപ്പൊ ഇതുപോലെ അതേപോലെ നമ്മുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ആവുന്നത്, നമ്മൾ കഴിക്കുന്ന പല എന്താണ് ഫുഡ് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് മാറുന്നത് ഇല്ലേ. അല്ലേ, നമ്മളിപ്പോ ഒരു മന്തി ഗംഭീരമായിട്ടൊരു മന്തി എടുത്തിട്ട് അടിച്ച് കയറ്റാണ് നിങ്ങൾ വിചാരിച്ചോ. ഈ മന്തി അടിച്ച് കയറ്റും അത് ഡൈജസ്റ്റ് ആവണല്ലോ. ഡൈജസ്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതേപോലെയുള്ള ബാക്ടീരിയകൾ ഇതേപോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റിന് വേണ്ടിയിട്ട് അതിന് കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നത്. സോ സൂക്ഷ്മജീവികളുടെ കേസ് പറയുകയാണെങ്കിൽ നല്ലതും ഉണ്ട് ചീത്തയുണ്ട്, അത്രേ ഉള്ളൂ അല്ലെ. സോ നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസം ആർ പാത്തോജൻസ്. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളും അല്ല അല്ലേ. പാവം പിടിച്ചവരുണ്ട് അല്ലേ, നമ്മളെ പോലെ പാവുള്ളവരുണ്ട്. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുള്ള ഉപകാരികളായ ഒട്ടനേകം എന്തുണ്ട്, ബാക്ടീരിയകളുണ്ട്. റെഡി, ദർ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. ദേ ഹെൽപ് ടു ഡൈജഷൻ, അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. ആഹാരത്തിന് ദഹനത്തിനും ആഗിരണത്തിനൊക്കെ നമ്മളത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ദോശമാവ് പുളിക്കുക, ദോശ ഇഷ്ടല്ലേ, സുഡാ ദോശ എടുത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഇന്ത ദോശയിൽ എന്തിരിക്ക്, ഇതുപോലെയുള്ള ചെറിയതായിട്ടുള്ള ആരിയ്ക്കുന്നുണ്ട്, ബാക്ടീരിയകൾ ഇരിക്കുന്നുണ്ട് അല്ലെ. സോ ദേ ആർ മെനി ഇൻസ്റ്റൻസസ് വെയർ മൈക്രോ ഓർഗാനിസം ക്യാൻ യൂസ്ഫുൾ ടു അസ്. ദോശ ബാറ്റർ ഈസ് ഫെർമെന്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. ചില ബാക്ടീരിയാസ് ദോശമാവിന്റെയും ഇതേപോലെ സെറ്റ് ആക്കും. ആൻഡ് ബാക്ടീരിയ ആൻഡ് ഫംഗി ബ്രേക്ക് ഡൗൺ ദ ഓർഗാനിക് മാറ്റർ ആൻഡ് ഇൻ സോയിൽ. ചിലത് എന്ത് ചെയ്യും, ഈ ഫംഗസും ബാക്ടീരിയക്കാണ് ജൈവാവശിഷ്ടങ്ങളെ എന്ത് ചെയ്യുന്നത്, വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനം വീട്ടില് കുശ് അരിഞ്ഞിട്ടുള്ള ഒനിയൻ ഉണ്ട് വിചാരിച്ചോ, അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഇടുന്ന സമയത്ത് ആള് നല്ല കൂട്ടപ്പനായിട്ടുള്ള വളമായിട്ട് മാറുന്നത് എങ്ങനെയാടാ, ഈ പറഞ്ഞ പോലെ ഈ സാധനം നമ്മുടെ മൈക്രോ ഓർഗാനിസം കയറി റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, മണ്ണില് വിഘടിപ്പിച്ച് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതും എന്താണ് ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ബാച്ച് ഉണ്ട് അല്ലെ, നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. പൃഥ്വി ബാച്ചിൽ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യം ഇവിടെ സെറ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പൊ മക്കളെ, ഇപ്പൊ ഒരു മൺസൂൺ ഓഫർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ള പ്രൈസിൽ നിന്ന് കുറഞ്ഞ് 10% ഓഫിൽ എന്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ വേഗം തന്നെ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ, വേഗം തന്നെ വിളിച്ചോളൂ. അപ്പൊ മിടുക്കരായിട്ട് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അവിടെ കാണാം. ബൈ.